Hello, ARTLESS ME video like swagam. ഞാൻ അഭിജ്ഞ ഇത് കുഞ്ഞാത്ത. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്രിലിക് പെയിന്റിംഗ് ഓയിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ക്യാൻവാസ് പാനൽസ് അഫോർഡബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ഉണ്ടാക്കിക്കൂടാ, എന്തുകൊണ്ട് നമുക്കത് DIY ആക്കിക്കൂടാ, എന്തുകൊണ്ട് നമുക്കത് സ്വയം ചെയ്തു വിടാം. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എങ്ങനെ നമുക്ക് സ്വയം ക്യാൻവാസ് പാനൽസ് ഉണ്ടാക്കാം. കാരണം ക്യാൻവാസ് പാനൽസ് നമ്മൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ഉണ്ടാക്കിക്കൂടാ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 2 വീഡിയോ, അതായത് ക്യാൻവാസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതിനുള്ള വീഡിയോയും ഒരു അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോയും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടില്ലെങ്കിൽ നിങ്ങളത് പോയി കാണുക. അതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ഐക്കൺ അടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഡ്ബോർഡാണ്. ഈ ബുക്കിൻ്റെ ചട്ടയൊക്കെയില്ല, കട്ടിയുള്ള ചട്ടയാണ് നമുക്ക് ഒരു കഷ്ണം വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ എന്തെങ്കിലും ബോർഡ് ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ബുക്കിൻ്റെ ചട്ട ചെറിയൊരു തിക്നെസ് ഉള്ളൂ, ഒരുപാട് വലിയ തിക്നെസ് ഒന്നുമില്ല. നിങ്ങൾ പാനൽസ് കണ്ടിട്ടുണ്ടാവില്ലേ, അതിൻ്റെ തിക്നെസ് ഉള്ള ഒരു ബോർഡാണ് എടുത്തിരിക്കുന്നത്. നമ്മളെ ക്യാൻവാസ് ക്ലോത്താണ് ഇത്. ജെസ്സോ ഓൾറെഡി പ്രൈംഡ് ആട്ടോ. അപ്പോൾ ഞാനത് പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഇതിൻ്റെ വ്യത്യാസം കണ്ടോ, ഒരു സൈഡ് പ്രൈം ചെയ്തതും ഒരു സൈഡ് പ്രൈം ചെയ്യാത്തതാണ്. പ്രൈമർ അടിക്കുക എന്ന് പറയുമ്പം ക്യാൻവാസ് കുറച്ചും കൂടി പ്രൊട്ടക്റ്റഡ് ആയി നിൽക്കും. അതായത് കുറേ കാലം കൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെസ്സോ വെച്ചിട്ട് പ്രൈം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ജെസ്സോ കോട്ടഡ് ക്യാൻവാസാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ജെസ്സോ അടിച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണമെന്ന് വെച്ചാൽ ഗ്ലൂ, പിന്നെ കുറച്ച് ക്ലിപ്സ് വേണം, പേപ്പർ ക്ലിപ്സ്. അപ്പോൾ നമ്മുടെ ബോർഡിനകത്ത് ഇത് ഗ്ലൂ ശരിക്കും നല്ലപോലെ ഈവൻലി സ്പ്രെഡ് ചെയ്യണം. അവിടെയും ഇവിടെയൊന്നും ആവാതെ നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ജസ്റ്റ് പൊള്ളി നിൽക്കും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പാലറ്റ് നൈഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കൈ എടുക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നോ ഒഫെൻസ്. ജസ്റ്റ് അത് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ശരിക്കും ഒട്ടിക്കണം കേട്ടോ, അത് പറഞ്ഞൊന്നും പോരരുതേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നല്ല വെയിറ്റുള്ള ഡിക്ഷണറിയോ അല്ലെങ്കിൽ ബുക്കുകളോ, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നവരാണ് എന്തായാലും ഇങ്ങനത്തെ ബുക്കുകളൊക്കെ കാണുമ്പോൾ ബുക്കുകളോ ഡിക്ഷണറി എന്തെങ്കിലും നിങ്ങൾക്ക് വെയിറ്റുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് വെക്കുക. അപ്പോൾ അതൊന്നും ഡ്രൈ ആയതിനു ശേഷം ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് എൻഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു എൻഡിൽ കുറച്ച് ഗ്ലൂ ആക്കാം. ഓരോ സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് അമർത്തിയിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് അങ്ങനെ ഒട്ടി നിൽക്കില്ല, അതുകൊണ്ടാണ് ക്ലിപ്പ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് എടുത്ത് വെക്കുക. ആ സൈഡിൽ വെയിറ്റ് വെക്കുമ്പോൾ അടുത്ത സൈഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. നല്ലപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതേപോലെ അടിയിലെ സൈഡ് കംപ്ലീറ്റ് ഉണങ്ങി ഒരു ദിവസം ഫുൾ ഡ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് അതൊന്ന് ഒട്ടിന്നാവുമ്പം നിങ്ങളിത് ചെയ്യണം. എന്നാലും സ്ട്രെച്ച് ചെയ്താലേ അത് വരുള്ളൂ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഇനി അത് കുറച്ച് നേരം വെക്കുക, ഒരു 10 മിനിറ്റോ അങ്ങനെ. ജസ്റ്റ് ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയണേ. അപ്പോൾ ഇനി അതൊന്ന് ജസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 എൻഡ്, ഇനി അപ്പുറത്തെ 2 ഓപ്പോസിറ്റ് സൈഡ്സാണല്ലേ. അപ്പോൾ ആ സൈഡിൻ്റെ ജസ്റ്റ് ഇങ്ങനെ മടക്കുമ്പോൾ നമുക്കത് ഓവർലാപ്പായി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അറ്റം ഒന്ന് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാമല്ലോ, ഇപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ അകത്തോട്ട് മടക്കുക. ഇപ്പോൾ മറ്റേ 2 സൈഡ് ചെയ്ത പോലെ തന്നെ ഈ സൈഡിലും ഗ്ലൂ ആക്കിയിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ചിട്ട് ക്ലിപ്പ് ഇടുക. ആ സൈഡ് ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. അതിൻ്റെ മുകളിൽ
കംപ്ലീറ്റ് വെയിറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ ഉണ്ടല്ലോ, വേഗം ഒട്ടുന്ന മറ്റേ ഭയങ്കര പവറുള്ള ഗ്ലൂ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇതിനെ ഒട്ടിക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ സ്ട്രോങ് ആയി നിന്നോട്ടെ നമ്മുടെ സാധനം എന്ന് വിചാരിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ചില സമയത്ത് ഈ ഫെവിക്കോൾ അത്ര അങ്ങോട്ട് ഒട്ടില്ല, അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് എൻഡ് മാത്രം ഒട്ടിച്ചാൽ മതി കേട്ടോ. മുൻഭാഗത്തേക്ക് ആക്കുക ചെയ്യരുത്, ഭയങ്കര സ്റ്റിഫായി പോകും പെയിൻറ്റിങ് ഇത് സൂപ്പർ ഗ്ലൂ അതിനെക്കൊണ്ട്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ അറ്റത്ത് മതി ഈ മടക്കി വെച്ചിരിക്കുന്ന ആ എൻഡ് പൊങ്ങി നിൽക്കുന്ന മാത്രം, അത് വേഗം ഒട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും, ഒരു 20 മിനിറ്റ് മിനിമം എടുക്കും അതൊന്ന് ഒട്ടിയെടുക്കാൻ. ഇതാകുമ്പം ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് തന്നെ വേഗം ഒട്ടും. എന്നിട്ട് നമ്മൾ ആ ക്ലിപ്പൊക്കെ ഊരിയെടുക്കുക. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എക്സ്ട്രാ വന്നിരിക്കുന്ന പീസ് ഇങ്ങനെ നിൽക്കുന്ന 2-4 കഷ്ണങ്ങളുണ്ടല്ലോ, അത് മുറിച്ച് കളയുക. ഇപ്പം ഏകദേശം നമ്മൾ ക്യാൻവാസ് പാനൽ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ ആ ബാക്ക് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പീസ് ഓഫ് പേപ്പറോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് കളറിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ആ ഭാഗത്ത് ഒട്ടിച്ചാൽ കുറച്ചും കൂടി ഒരു വൃത്തി ഉണ്ടാവും കാണാൻ. അപ്പോൾ എന്നിട്ട് ഗ്ലൂ ഒരേപോലെ ഈവൻലി സ്പ്രെഡ് ചെയ്തിട്ട് ഈ പേപ്പർ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുക. അതിന് സൂപ്പർ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ, സാധാരണ നമ്മൾ ഫെവിക്കോളോ അല്ലെങ്കിൽ സ്റ്റിക്കൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ നമ്മൾ ഡിക്ഷണറി വലിയ വെയിറ്റുള്ള എന്തെങ്കിലും സാധനം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ദിവസം അതങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് അടുത്ത ദിവസം പിന്നെ കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് പിന്നെ എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടു, ഇത് വാങ്ങാൻ കിട്ടുന്ന പാനലാണ്. ഇപ്പോൾ ഏകദേശം അതുപോലെ തന്നെ ആയില്ലേ നമ്മൾ ഉണ്ടാക്കിയ പാനൽ, നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ ഇല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പാനൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ.